അയാൾ അന്ന് തന്നെ വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, സെയ്ഫേ, നീ എല്ലാവരെയും പിരിച്ചുവിട്ടേക്ക്. അയാളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ ഇടറിയിരുന്നു. ഒരു ഓൺട്രപ്രണറാണ്, അയാളുടെ ഓണറാണ്. ഇതുവരെ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ പിരിച്ചുവിടാൻ പറയുന്നത് എന്തുകൊണ്ടാണോ? അയാളുടെ ബിസിനസ് തകർന്നപ്പോഴല്ല, ഞങ്ങളുടെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളുടെ പെർഫോമൻസും അയാൾ അനലൈസ് ചെയ്യണം. അവരിതിൻ്റെ മുമ്പ് അദ്ദേഹം എന്നോട് പറയാണ്, എടാ അവരൊക്കെ വളരെ നല്ല രീതിയിലുള്ള ആളുകളാണ്, എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് കട്ടക്ക് നിന്ന ആളുകളാണ്. പക്ഷേ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് അയാൾ പ്രതീക്ഷിക്കുന്ന പല ആളുകളും അണ്ടർ പെർഫോം ചെയ്യുകയാണ്. അവരതിന് കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇയാൾ പറഞ്ഞു മടുത്തു, അയാളുടെ ബിസിനസ് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിനി ടീമിനെ കൊണ്ടുപോകാൻ കഴിയില്ല. വളരെ ഇമോഷണലായി പറഞ്ഞ്. അതിനുശേഷം 2-3 ഡിസ്കഷൻസ് ഞങ്ങൾ ചെയ്തു. അതിനുശേഷം ആ ടീമിനെ വീണ്ടും യോജിപ്പിക്കാനും 2 പേരെ ഞങ്ങൾക്ക് പിരിച്ചിടേണ്ടി വന്നുള്ളൂ. ബാക്കി ആളുകൾ നിർത്തിയിട്ട് ആ ടീമിനെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ അയാളുടെ ആ വേദന എനിക്കിങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അയാളത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഥാപനത്തിലെ ജീവനക്കാരോടും മുതലാളിമാരോടും ഒക്കെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുക. മുതലാളിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവർ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളാണെന്നുള്ളൂ. അതേപോലെ തന്നെ എംപ്ലോയീസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ കമ്പനി ഉണ്ടെങ്കിലേ നിങ്ങൾക്കൊക്കെ സ്ഥാപനം തരാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചാരിറ്റിയാണ്. ഇപ്പോൾ 10 പേരുള്ള ഒരു കമ്പനി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് 100 പേരെത്തിക്കഴിഞ്ഞാൽ മുതലാളി മാത്രമല്ലല്ലോ വളരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി എന്നുള്ളത് ചാരിറ്റിയാണ്. ആ വരുന്ന ആളുകൾക്ക് ചുറ്റുപാടുള്ള കടക്കാർക്ക് അതൊരു ഉപകാരമാണ്, ബസ്സുകാർക്ക് ഉപകാരമാണ്, ഓട്ടോക്കാർക്ക് ഉപകാരമാണ്, പിന്നെ രാജ്യത്തിനത് ഉപകാരമാണ്. അപ്പോൾ അതിന് നിങ്ങൾ 2 പേരും കൂടി ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.